എൻ കണ്ണേ കാതലേ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. പെണ്ണിന്റെ കണ്ണ് കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് അവരൊന്ന് ഇളിച്ചു കാണിച്ചു. അത് മോളെ, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാ വേന പാട്ടിയൊന്നും സ്വല്ല വേന, അതുകൊണ്ട് എല്ലാ സ്വഭാവം എനിക്ക് മുന്നാടിയെ തരും. ചുണ്ടുകൊട്ടി പാറ് പറഞ്ഞിരുത്തിയപ്പോഴേക്കും അവർ അലക്സിന്റെ മുറിയുടെ മുമ്പിലെത്തിയിരുന്നു. അതല്ലേ കൊച്ചെ, അവൻ നീ എന്ന് വെച്ചാ അങ്ങനെ. വല്യമ്മച്ചി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അകത്തുനിന്ന് സാറയുടെ അടക്കി പിടിച്ചുള്ള കരച്ചിൽ കേട്ട് രണ്ടുപേരുടെയും മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. മോളെ സാറാ, വല്യമ്മച്ചി വാതിൽ തട്ടി വിളിച്ചും അലക്സിനെ കെട്ടിപ്പിടിച്ച് അറിഞ്ഞവൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. അപ്പോഴേക്ക് അവളെ തന്നിൽ നിന്ന് മാറ്റിയിരുത്തി അലക്സ് പോയി വാതിൽ തുറന്നിരുന്നു. എന്നതാ വല്യമ്മച്ചി, എന്നതാ അവിടെ ഉണ്ടായേ? ഇവളെന്നാത്തിന് അങ്ങനെ കരയുന്നേ? കുറെ നേരം ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് മോങ്ങിയല്ലാതെ ഇത്രയും നേരമായിട്ട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. താഴേക്ക് വരാന്ന് വെച്ചിട്ട് ഇവള് വിടണ്ടേ? വല്യമ്മച്ചി അകത്തേക്ക് കയറിയത് അലക്സ് അവർക്ക് നേരെ ചാടിക്കൊണ്ട് വന്നു. ഒന്നുമില്ല എന്റെ അലക്സ് കുട്ടി, നീങ്ങ മാറി, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. പറയിൽ അവനെ മാറ്റി നിർത്തി വല്യമ്മച്ചി സാറയുടെ അടുത്തേക്ക് പോയിരുന്നു. എന്നതാ പാറുണ്ടായേ? വല്യമ്മച്ചി ഒന്നും പറയാത്ത കണ്ട് അലക്സ് ടെൻഷനോടെ പാറുവിനെ നോക്കി. അങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും കരയുന്നവളല്ല സാറ. അതുകൊണ്ട് ചേട്ടായി, നീ ഒന്നും മിണ്ടാ നിൽക്കണ, എന്റെ കൊച്ചിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. പാറുവിനെ തടഞ്ഞുകൊണ്ട് വീണ്ടും വല്യമ്മച്ചിയുടെ ശബ്ദം ഉയർന്നു. എന്റെ മോളെ, ത്രേസി ഒരു വാ പോയ കോടാലിയാണെന്ന് എനിക്ക് അറിയാവുന്നല്ലേ? എന്നിട്ട് അവള് പറയുന്നത് കേട്ട് കരയാൻ നിൽക്കുകയാണ് എന്റെ കൊച്ച്. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ അവറ്റകൾക്ക് അസൂയ. അതാ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നമ്മളെ ചൊറിയാനായിട്ട് ഇവറ്റകൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അപ്പൊ പിന്നെ അവര് പറയുന്ന ഓരോന്ന് കേട്ട് കരയാൻ നിന്ന നമുക്കല്ലേടി മോശം. മേരി അവള് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതേ സാറ ഒന്ന് വിതുമ്പിപ്പോയി. അവരെന്നതാ ഇവള് പറഞ്ഞു? ഞാൻ അന്നേ ലഭിച്ചോട് പറഞ്ഞ കല്യാണം കഴിഞ്ഞ എല്ലാത്തിനും അപ്പം തന്നെ പറഞ്ഞു വിട്ടേക്കണമെന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവരെ. മുണ്ടും മടക്കി കുത്തി അവൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഇച്ചായ വേണ്ട, എന്നൊക്കെ പറഞ്ഞാലും അവർ പറഞ്ഞ സത്യം തന്നെയല്ലേ. ഞാനൊരാൾ കാരണം ഈ കുടുംബത്തിന് വലിയൊരു സന്തോഷം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഒരു കുഞ്ഞിനെ ചുമക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നില്ലല്ലോ വല്യമ്മച്ചി. പറഞ്ഞുകൊണ്ട് സാറ വീണ്ടും കരഞ്ഞു തുടങ്ങിയതും താഴെ നടന്നതിന്റെ ഏകദേശ രൂപം അലക്സിന് പിടികിട്ടിയിരുന്നു. ഉള്ളിലെ നോവ് അടക്കി പിടിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നവളെ അവൻ അലിവോടെ നോക്കി. പാറുവിനും സാറയുടെ കരച്ചിൽ കണ്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അതെ സാറേ, മതി, നിർത്തിക്കുന്നതിന്റെ കരച്ചില്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചു കഴിഞ്ഞാലടി, ഇനി വേണ്ട. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം വിധിച്ചിട്ടില്ലടി, നീ അത് വിട്ടുകളാ. അലക്സ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് തലയിലായി തഴുകിയതും നിറഞ്ഞ കണ്ണുകളുയർത്തി അവളവനെ നോക്കി. എനിക്ക് ഈ ചായ ഭാഗ്യമില്ലാത്ത ഈ ചായൻ ഐറീനെ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു. പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടേക്ക് കയറി പോന്ന്? ഇനി നീ ഇവിടെ കിടന്ന് മോങ്ങിയ കാലമാരി നിലത്തിരിക്കും ഞാൻ. അവൾക്ക് ഞാൻ ഐറിനെ കെട്ടണം പോലും. ആടി, നിന്നെ ഉപയോഗിച്ച് ഐറിനെ പോയി കെട്ടാ ഞാൻ. സാറ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. അലക്സിന്റെ ഉയർന്ന ശബ്ദത്തിൽ അവിടെ നിന്ന് മൂന്നൊന്ന് വിറച്ചുപോയി. ദേഷ്യത്തിൽ ചുവന്നിരിക്കുന്ന അലക്സിന്റെ മുഖം കണ്ട് പാറു ഭയത്തോടെ സാറയെ നോക്കി. അവൾ അവിടെ അവനെ നോക്കി കരയാൻ പോലും മറന്ന് ഉമിനീരിറക്കിയിരിക്കുന്നു. ഈ ചായ ഞാൻ തൊട്ടുപോയി തന്നെ പറയിൽ അവനെ നേരെ നീണ്ട സാറയുടെ കൈ തട്ടി മാറ്റി അലക്സ് ദേഷ്യത്തോടെ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. വല്യമ്മച്ചി, എന്നെ ഇതിനെ വിളിക്കേണ്ട സാറാ നീ. വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം. ചെല്ലി എന്തെങ്കിലും പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താൻ നോക്ക്. ഞങ്ങൾ ഇതിലില്ലേ? പാറു കൊച്ചേ, വാ നമുക്ക് പോവാം. പറയിലും പാറുവിന്റെ കൈയും പിടിച്ച് വല്യമ്മച്ചി പുറത്തേക്ക് ഇറങ്ങിയതും സാറ് ടെൻഷനോടെ ബാൽക്കണിയിലേക്ക് നടന്നിരുന്നു. പാട്ടി, സാറക്കാക്കി എന്നാ ചോദിക്കാൻ ബുദ്ധിമുട്ട് പോലെ പാറു പാതിയിൽ വെച്ച് നിർത്തിയതും. സാറയുടെ ഗർഭപാത്രത്തിനൊരു കുഞ്ഞിനെ ചുമക്കാനുള്ള കട്ടിയില്ല മോളെ. 2 വട്ടം പ്രഗ്നൻ്റൊക്കെ ആയതാ. ആ നരസി പോയി. ട്രീറ്റ്മെൻ്റൊക്കെ ഒരുപാട് നോക്കി, ഒന്നും ഫലം കണ്ടില്ല. അതായിരിക്കും കർത്താവിൻ്റെ നിയോഗം. നമ്മളെ കൊണ്ട് അതൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ. സങ്കടത്തോടെ വല്യമ്മച്ചി പറഞ്ഞു. പാറുവിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ മോളെ, കൊച്ചി ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. അവനോട് ഇതൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ. സാറിയുടെ അലക്സിൻ്റെയും കണ്ണു നിറഞ്ഞാൽ സഹിക്കില്ല അവന്. ബാക്കിയുള്ള നിങ്ങളെപ്പോലെ എപ്പോഴും ദേഷ്യമൊന്നും വരില്ലെങ്കിലും കാലി കയറിയ ചക്കനെ ഭ്രാന്ത പേടിച്ചാൽ കിട്ടില്ല. പിന്നെ അതുകൊണ്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഇതുവരെ സൊല്ലമാട്ടേൻ പാർട്ടി. പാറു പറഞ്ഞതിന് വല്യമ്മച്ചൊന്ന് ചിരിച്ചു കാണിച്ചു. ഏച്ചായ സോറി, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. വയറിലൂടെ ചുറ്റി വരിഞ്ഞ സാറയുടെ കൈക്കൊപ്പം അലക്സിന്റെ പുറത്ത് അവളുടെ മുഖവും അമർന്നിരുന്നു. അപ്പൊ എനിക്കില്ലടി ഈ സങ്കടം. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്നറിയിട്ടും പിന്നെയും നിന്റെ വായിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ എന്നതാ ചെയ്യാ? ഞാൻ സോറി പറഞ്ഞു ചേച്ചായ, ഇനി ഞാനിങ്ങനെയൊന്നും പറയില്ല. ഇത് സത്യം സത്യം സത്യം. ഇനി വല്ലവരെന്തെങ്കിലും പറഞ്ഞാൽ മോയിക്കൊണ്ടിരിക്കുമോ? അതിനെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുകയില്ല. മോയിക്കൊണ്ടിരുന്ന ചേച്ചായ വന്ന് എന്നെ സമാധാനിപ്പിച്ചാലും മതി. കൊഞ്ചിക്കൊണ്ട് പറയലും അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് കവളിൽ അമർത്തിയൊരു അവൾ കൊടുത്തതും അലക്സിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഇപ്പൊ എന്റെ കൊച്ചിന്റെ വിഷമൊക്കെ മാറിയോ?
മുഴുവനും മാറിയിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. എന്നാ ഞാൻ മാറ്റിത്തരട്ടെ? പറയുന്നതിനൊപ്പം അവളുടെ ചെഞ്ചുണ്ടിൽ അവൻ അമർത്തിയൊരു ഉമ്മ കൊടുത്തതും നാണത്തോടെ ചിരിച്ചുകൊണ്ട് സാർ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. എൻ്റെ കൊച്ച് എന്നാത്തിനായി വിഷമിക്കുന്നത്? എനിക്ക് നീ നിനക്ക് ഞാനും ലേടി. എൻ്റെ മോളാണ് നീ, നിന്റെ മോനാണ് ഞാൻ. അങ്ങനെ കരുതിയാൽ മതിയിട്ട് എൻ്റെ കൊച്ച്. നമുക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കാടി. അവളെ മുറുകിയപ്പോഴെന്ന് അലക്സ് പറഞ്ഞു നിർത്തിയതും കണ്ണീരിനിടയിലും സാറയുടെ ചുണ്ടുകൾ പുഞ്ചിരി പൊഴിച്ചിരുന്നു. ഉറക്കം മുറിഞ്ഞതും ഏതൻ മോരി നിവർത്തി കണ്ണുറന്ന് ബെഡിലായി നോക്കിയതും പ്രതീക്ഷിച്ച ആളെ കാണാതെ വന്നതേ ചെക്കൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. കൈയെത്തിച്ച് അവൻ ഫോൺ എടുത്ത് നോക്കിയതും സമയം 8 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ പാർക്കൊച്ച് കുളിയും ദേവാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കാണും. മോർണിംഗ് റൊമാൻസ് മിസ്സായി പോയല്ലോ എൻ്റെ കർത്താവേ. നാളെ മുതൽ കുറച്ചെങ്കിലും നേരത്തെ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അവൾ കിടന്നിരുന്ന തലയിണയെ മുറുകെ കെട്ടിപ്പിടിച്ച് അവൻ ചിന്താമഗ്നായി. എൻ്റെ പാർക്കൊച്ച് എന്നാ ഉറക്കായിരുന്നടി നീ. ഇന്നലെ എങ്ങനെയാ പിടിച്ചിരുന്നെന്ന് എനിക്ക് തന്നെ അറിയാമേല, അതും ആ വെള്ളത്തിന്റെ പുറത്ത്. അപ്പോൾ തന്നെ ഇന്നലത്തെ രാത്രിയെക്കുറിച്ച് ഓർമ്മ വന്നു. കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവൻ തലയിണയിൽ അമർത്തിയൊന്ന് കടിച്ചു. ഇന്നലെ വന്ന നേരം ചേട്ടായി പറഞ്ഞുകൊണ്ട് കുളിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും മുഖമൊക്കെ കഴുകി കുറച്ച് ബോധത്തോടെയാണ് അവളുടെ അടുത്തേക്ക് ചെന്ന് കിടന്ന്. മൂടി പുതച്ചൊരു പൂട പോലും പുറത്ത് കാണിക്കാതെ കിടക്കുന്നവളെ കണ്ട് ദേഷ്യത്തിൽ പുതച്ചിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞതാണ്. അതിനുകൂടെ പെണ്ണിന്റെ ദാവണിങ്ങ് പോകുന്നതും. എൻ്റെ പൊന്നോ, മനസ്സമ്മതത്തിന്റെ ദിവസം അന്ന് അവളെ അങ്ങനെ കണ്ടതാണ് ആ നിമിഷം ഓർമ്മ വന്ന്. ഇപ്പതേ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് കൊതിമൂത്ത് അവിടെ അണിവയർ ലക്ഷ്യമാക്കി മുഖമൊന്ന് താഴ്ത്തിയതും. ഒറ്റ അടിയായിരുന്നു പെണ്ണ്. ഉറക്കത്തിലാണോ അതോ മനഃപൂർവ്വമാണോ എന്തോ പെണ്ണിന്റെ അടിയിൽ ചുണ്ടൊന്ന് കോടിപ്പോയി. അപ്പോഴേക്കും താനെടുത്തെറിഞ്ഞ പുതപ്പും തപ്പിപ്പിടിച്ച് പെണ്ണ് വീണ്ടും പൊതച്ച് തിരിഞ്ഞ് കിടന്നിരുന്നു. ആ, ഇന്നലെ എന്തായാലും യോഗയില്ലാതെയായി. എന്നാ ഇന്ന് നിന്റെ ഇച്ഛായ നിന്നെ വിടാൻ പോകുന്നില്ലടി പാർക്കൊച്ചേ. കള്ളച്ചിരിയോടെ പിറുപിറുത്തുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നിരുന്നു. ഈ തള്ളേന്ന് ഇതുവരെ പോയില്ലായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വന്ന ഈതൻ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കുന്ന ത്രേസിയെ കണ്ട് പിറുപിറുത്തു. അവരും പെട്ടെന്ന് അവനവിടെ കണ്ടതും ഒരു നിമിഷം പതിരിപ്പോയെങ്കിലും അടുത്ത നിമിഷം അവനെ നോക്കി ചിരിക്കണോ വേണ്ടെന്നറിയാതെ അവസാനം പല്ല് 32 കാണിച്ചു നിളിച്ചതും എയ്തനും ചുണ്ട് കടിച്ചുകൂടി ചിരിച്ചു കാണിച്ചു. അതോടെ ഇവിടെ നടന്നെന്ന് അവൻ അറിഞ്ഞിട്ടില്ലെന്ന് അവർക്ക് ബോധ്യമായി. അറിഞ്ഞിരുന്നെങ്കിൽ ചെക്കൻ്റെ പ്രതികരണം ഇതായിരിക്കില്ല. എന്താണ് ത്രേസി അമ്മച്ചിയുടെ മുഖത്തൊരു കള്ളലക്ഷണം? സത്യം പറ, എന്നാ എടാ കൂടാ നിങ്ങൾ ഒപ്പിച്ചത്? അതെന്നാ വർത്താനാ കൊച്ചു നീ പറയുന്നേ? ഞങ്ങൾ എന്നാ എടാ കൂടെ ഒപ്പിക്കാനാ? ചുഴിഞ്ഞു നോക്കലിനൊപ്പം പെട്ടെന്നുള്ള അവന്റെ ചോദ്യം വന്നു. രണ്ടുപേരൊന്നും പരിഭ്രമിച്ചെങ്കിലും പെട്ടെന്ന് എന്റെ മുഖത്ത് വിഷമം വരുത്തി അവന് മറുപടി കൊടുത്തിരുന്നു. അത് എനിക്കെങ്ങനെ അറിയാനാണ്? ചെയ്യുന്നത് നിങ്ങളല്ലയോ? അതെന്നായെങ്കിലും ആവട്ടെ, നിങ്ങൾ പോവാൻ നിൽക്കല്ലേ? അങ്ങ് പോയാട്ടെ. അല്ല, ഇതെന്നാ ഷേർലി ആന്റിയുടെ കയ്യിൽ? അവരുടെ കയ്യിലെ കവറിലേക്ക് അവൻ ഇടം കണ്ടിട്ട് നോക്കി. ഏയ്, അതൊന്നും ഇല്ല മോനെ, കുറച്ച് പത്തിരിയും മട്ടൻ കുറുമയാ അവിടെ അധ്യാനം വേണ്ടി കൊണ്ടുപോകുന്ന. ഓ അങ്ങനെ, കൊണ്ടക്കോ. കെട്ടിയവനോട് സ്നേഹമൊക്കെ നല്ലതാ. ചിരിയോടാവൻ പറഞ്ഞതിലൊരു കുത്തലുള്ളത് അറിഞ്ഞെങ്കിലും ഇനിയൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവർ വേഗം സ്ഥലം കാലിയാക്കിയിരുന്നു. അവര് പോകുന്ന നോക്കി ഒരു കളിയാക്കി ചിരിയോടാവൻ സെറ്റിലേക്കിരുന്നു. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്ന അലക്സിനെയും സാറേയും കണ്ട് എഴുതനൊന്ന് നിറഞ്ഞ് ചിരിച്ചു. എന്നതാടാ നീ ഇന്ന് നേരത്തെ എണീറ്റോ? അല്ല, 10 മണിയാണല്ലോ നിന്റെ കണക്ക്. ഇനി അങ്ങോട്ട് കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ ഞാൻ തീരുമാനിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? നല്ലതാ, പുതിയ ശീലങ്ങളൊക്കെ. എന്നതാ സാറു മുഖത്തൊരു മ്ലാനതാ? എന്നാ പറ്റി? എന്നാ പറ്റാൻ? എനിക്കൊന്നുമില്ല. പെട്ടെന്ന് കണ്ണു ചുരുക്കി അവൻ ചോദിച്ചു. സാറേ അലക്സ് ഒന്നും പതിരെങ്കിലും സാറ് വേഗം മറുപടി കൊടുത്തിരുന്നു. കള്ളത്തരം, അതും എന്നോട്. പറയലും സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ വന്നതേ. ദേ കൊച്ചു, ഓരോന്ന് പറയാതൊന്ന് പോയി, ഒന്നാമത് ലേറ്റാ ഞാൻ ഇന്ന്. പറയിലും അടുക്കളയിലേക്ക് വെപ്രാളത്തോട് നടക്കാൻ തുടങ്ങിയ സാറയുടെ കയ്യിൽ എഴുതന്റെ പിടി വീണതും അവൾ ദയനീയമായി അലക്സിനെ നോക്കി. കൊച്ചു വിട, അവള് പൊക്കോട്ടെ. അപ്പൊ കൂട്ടവിഷമാണ്. ഓക്കെ, പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. നീ എന്നാങ്കിലും ചെയ്യും. അതും പറഞ്ഞ് ടേബിളിൽ നിന്ന് പത്രമെടുത്ത് അലക്സ് സെറ്റിയിലേക്ക് ചെന്നിരുന്നു. സാറ് കിച്ചണിലേക്ക് നടന്നിരുന്നു. സാറു, അവിടെ എന്റെ പാർക്കൊച്ചുണ്ടെങ്കിലേ ഒരു ചായയായിട്ട് ഇങ്ങോട്ട് വിട്ടേക്ക് കേട്ടാ. വിളിച്ചു പറയലും അലക്സിന്റെ അടുത്തായി ടീം വെച്ച് അവനും ചെന്നിരുന്നു. സാർ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ റോസ്ലി ആന്റി, ആനിയമ്മയും വല്യമ്മച്ചിയും പാറുവും മീയും ഭാഗ്യവും എല്ലാവരും അവിടെ ഉണ്ട്. അമ്മച്ചി, ദേ കൊച്ചി എഴുന്നേറ്റ് ചായ വേണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. സാറ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി വന്നതേ ഒരു നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി. പുഞ്ചിരിയോടെ നിൽക്കുന്നവരുടെ മുഖം എല്ലാവരിലും ഒരു തെളിച്ചു നൽകി. ചായ എടുക്കുന്ന ആനിയമ്മയുടെ അടുത്തായി സാറ പോയി നിന്നു. കണ്ണുകൾ ഉയർത്തി അവരെ നോക്കിയതിന് അവൾ തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ആനിയമ്മയുടെ ചുണ്ടിലേക്ക് ആ ചിരി പകരാൻ അധിക നേരം എടുത്തില്ല. അല്ലെങ്കിലും കഴിഞ്ഞു പോയത് അത്ര നല്ല നിമിഷങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടുപേരും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ദേഹ കൊച്ചേ, ഇത് കൊണ്ടുപോയി അവനെ കൊടുത്തേക്ക്.
ചായ എടുത്ത് പാറുവിന്റെ കയ്യിലേക്ക് ആനിയമ്മ കൊടുത്തു. അവളൊന്ന് ഞെട്ടി. വന്നിട്ട് ഇത്ര നേരമായിട്ടും അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതിരുന്ന ആളാണ് എയ്തന് കൊടുക്കാൻ വേണ്ടി ചായ അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുന്നത്. പരിഭ്രമത്തോടെ പാറു വേഗം അത് കയ്യിൽ വാങ്ങിയതും വേഗം കൊണ്ടുപോയി കൊടുക്കാൻ നോക്കിയോ, അല്ലെങ്കിൽ ചെയ്താലും കേൾപ്പിക്കില്ല ചെക്കൻ. പാറു ചായ! ആനിയമ്മ പറഞ്ഞു തിരിഞ്ഞില്ല. അതിനു മുന്നേ എയ്തന്റെ വിളി അവിടെ ഉയർന്നു. പാറുവിന്റെ കണ്ണുകൾ മിഴിയുന്നതിനൊപ്പം ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. പൊക്കോ. ഗൗരവത്തോടെ ആനിയമ്മ വീണ്ടും പറഞ്ഞു. വാപുതിച്ചിരിക്കുന്ന ഭാഗ്യത്തെയും മീയും എന്ന് കണ്ണുരുട്ടി നോക്കി പെണ്ണനുസരണയോടെ ആനിയമ്മയെ നോക്കി തലയാട്ടി ഹാളിലേക്ക് നടന്നു. പാറു! നീട്ടിയൊരു വിളി കൂടി കൊടുത്ത് ഇത് നോക്കിയത് തന്നെ കണ്ണു കുറിപ്പിച്ച് നോക്കുന്ന അലക്സിന്റെ മുഖത്തേക്ക് കാണുന്നു. എന്തേ നിങ്ങളുടെ വണ്ടിയൊക്കെ എന്തേ? അലക്സിന്റെ ചുഴിഞ്ഞ നോട്ടം കണ്ട് ഹരിശ്രീ അശോകൻ സ്റ്റൈലിൽ ചോദിച്ച് അവനൊന്ന് ഇളിച്ചു കാണിച്ചു. അല്ലെങ്കിൽ അമ്മച്ചി വിളിച്ചാണ് എന്റെ പൊന്നുവൻ തൊള്ളോർക്കാറ്. ഇന്ന് എന്നാ പറ്റി? ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ ചേട്ടായി മറന്നുപോയോ? സോ ഇനി അമ്മച്ചി കുറച്ചാണ് റെസ്റ്റ് എടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു. അതല്ലേ അതിന്റെ ശരി. എങ്ങനെയാ? അലക്സിനെ നോക്കി അവനൊന്ന് കണ്ണിറുക്കി. അവള് നിന്റെ തല തല്ലി വിളിക്കാൻ നോക്കിക്കോ. ശരി, നിങ്ങളിങ്ങനെ തളർത്തല്ലേ ചേട്ടായി. പാറു! അലക്സിനോട് പറഞ്ഞ് അവളെ വിളിച്ച് അവൻ വീണ്ടും തിരിഞ്ഞു നോക്കിയത് ചായയുമായി വരുന്നവളെ കണ്ട് ചെക്കൻ്റെ മിഴികൾ വിടർന്നു. സാധാരണ ധരിക്കാനുള്ള ധാവണി മാറ്റി ഒരു സിമ്പിൾ സ്കൈ ബ്ലൂ കളർ ചുരിദാറാണ് അവിടെ വേഷം. ഏതിട്ടാലും എന്താ വല്ലാത്തൊരു ഭംഗിയാണ് പെണ്ണിന്. ഏതൊക്കെടാ ഇപ്പഴേ കത്തത്? സെവി പൊട്ടി പോർത്ത് ഞാൻ പൊടി ഒന്നൊരു ടീ. ഒരു ചെവിയിൽ കൈ കൊണ്ട് മൂടി പറയലും അവന് നേരെ അവൾ ചായ നീട്ടിയത് ആ കയ്യിൽ തഴുകി തലോടി അവൻ ചായ വാങ്ങിയിരുന്നു. കണ്ണ് ഉറപ്പിച്ച് നോക്കുന്നവൾ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ച് അവൻ കപ്പ് ചുണ്ടോട് അടുപ്പിച്ചു. നിങ്ങൾക്ക് ടീ വേണോ ചേട്ടായി? വേണ്ട പാറു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ കുടിക്കും. പാറു ചോദിച്ചതിന് മറുപടി പറഞ്ഞവൻ ചിരിച്ചത് അവളും പുഞ്ചിരിച്ചു. എതുക്കിടാ നീ ഇപ്പടി കത്തിക്കിട്ടിരിക്ക്? തനിയെ വന്ന് എടുക്കലാൻ പറ്റി? അലക്സ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്ര ധൈര്യത്തിൽ അവനോട് ചോദിച്ചു തന്നെ. അതിന് നീ ഇവിടെ ഉള്ളപ്പോ നിന്റെ ഈ ചായനകത്തിനടി ബുദ്ധിമുട്ടുന്നേ. ഇളിയോടെ തന്നെ അവൻ മറുപടി പറഞ്ഞ് കഴിഞ്ഞില്ല. ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ മോളെ. ഇവനെ പോലൊരു കുഴിമാടിയാൻ ഈ കുടുംബത്തിൽ ഇതുവരെ ജനിച്ചിട്ടുണ്ടാവില്ല. അതെങ്ങനെയാ? വീട്ടിലുള്ള പെണ്ണുങ്ങളടക്കം എല്ലാവരും കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുമല്ലേ ചെക്കനെ. അകത്തേക്ക് കയറി വന്ന ഔസേപ്പിന്റെ പ്രസംഗത്തിൽ അവന്റെ ഉള്ളമാനം പോയി. അത് വലിയ പച്ചൻ പറയുന്ന നേരാ. അലക്സ് കൂടി പത്രം മടക്കി അതിനെ അനുകൂലിച്ചു. ചേട്ടായി എയ്തൻ ചുണ്ടുവിളത്തി അവനെ നോക്കി. അപ്പോഴേക്കും പുറത്തുനിന്ന് ആരോ വിളിച്ചു അവനെ നോക്കി വിളിച്ച് കാണിച്ച് അലക്സ് പുറത്തേക്ക് നടന്നിരുന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നേരം പോരുന്നില്ല. രാവിലെ തന്നെ എന്നിട്ട് വാര ഇറങ്ങിയിരിക്കുവാണോ? ഔസേപ്പിനെ എയ്തൻ കണ്ണുറപ്പിച്ച് നോക്കി. നേരം പുലർന്നില്ലാന്നോ? ആർക്ക്? മൂട്ടിൽ വെയിലടിക്കണവരെ കിടന്നുറങ്ങുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നും. ഞങ്ങൾക്ക് ഇതിപ്പോ ഉച്ചാവാറായി അല്ലേ മോളെ? ആമാ, നീങ്ങ സ്വന്നെ ரொம்ப കറക്റ്റ് താൻ താത്ത. പാറു അവന്റെ ചമ്മിയെ മുഖം കണ്ട് ചിരി കടിച്ചു പിടിച്ച് അത് വേഗം സമ്മതിച്ചു കൊടുത്തു. കള്ളക്കിളവൻ. അവനെ നോക്കി പൂച്ചിച്ചാകത്തേക്ക് കയറി പോകുന്ന വല്യപ്പച്ചനെ നോക്കി പിറുവിറിക്കുന്നതിനൊപ്പം കയ്യിലുള്ള കപ്പി ടീപ്പോയിലേക്ക് വെച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയ പാറുവിനെ ഒരു കൈയാൽ വലിച്ചവൻ മടിയിലേക്ക് ഇട്ടതും പെണ്ണൊന്ന് ഞെട്ടിപ്പിടഞ്ഞ് അവനെ നോക്കി. വീട്ടും കിടാ. ഇടുപ്പിലൂടെ ചുറ്റി അവന്റെ കൈക്കൊപ്പം ആ മുഖം കൂടെ അവളുടെ തോളിൽ അമർന്നു പാറു കുതറി പിടഞ്ഞു. ഹാളിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്. പക്ഷെ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. കല്യാണ പാർട്ടി കഴിഞ്ഞ് ഇന്നലെ തന്നെ മിക്കവരും സ്ഥലം വിട്ടിരുന്നു. കല്യാണത്തിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടല്ലോ. ആദവും ദീനും അവരുടെ വീട്ടിലേക്ക് പോയതും ആദിയും ജോയും കൊച്ചും വൈകുന്നേരം പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചിരുന്നു. അവിടുന്ന് വീട്ടിലേക്ക് അധികം ദൂരമില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവനിക്കില്ലെങ്കിൽ എനിക്കിറക്ക് വെക്കും. യാറാവത് പാത്ത എന്നോട് മാനം പോയേ പോച്ച്. വീണ്ടും കിടാ റാസ്കൽ. വയറ്റത്തെ അവന്റെ പിടിപിടിക്കാൻ കഴിയാതെ സെക്കൻഡ് കയ്യിലെ രോമം അവൾ നുള്ളി പറിച്ചതും. വേണ്ട, അത് വേണ്ട. ദേഹം നൊന്നാലേ ഈ ചായന്റെ സ്വഭാവം മാറുന്നെന്റെ കൊച്ചിനെ അറിയാലോ. ഒരു താക്കി ഇതുപോലെ അവന്റെ സ്വരം കാതിൽ പതിച്ചും പാറു അടങ്ങിയിരുന്നു. ഏതൻ പ്ലീസ് വീട്ട്. ശബ്ദത്തിൽ മാക്സിമം ദയനീയത വരുത്തി പറയുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. ഇത്ര നേരം കളിയാക്കി ചിരിച്ചപ്പോ എന്റെ കൊച്ചിന്റെ മുഖം ഇങ്ങനെയല്ലായിരുന്നില്ല. ഇപ്പൊ എന്നാ പറ്റി? കുറുമ്പോട് അവളുടെ കവിളിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ പറഞ്ഞതും പാറു ഒരു വശത്തേക്ക് മുഖം തിരിച്ചു. അവളുടെ നീണ്ട കഴുത്തിൽ അവന്റെ അധരങ്ങൾ പതിഞ്ഞതും പെണ്ണൊന്ന് വിറച്ചു. എന്നാ ധാവണിയൊക്കെ മാറ്റി എന്റെ കൊച്ച്. ഇതൊക്കെ ഇച്ചാൻ കാണുന്ന പേടിച്ചിട്ടാണോ? പറയുന്നതിനൊപ്പം ചുരിദാർ പ്ലീറ്റിനുള്ളിലൂടെ അവന്റെ കൈ വയറിലേക്ക് അരിച്ചിറങ്ങുന്നതറിഞ്ഞ് പാറു പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നാത്തിനാ പെണ്ണെ നീ ഇങ്ങനെ എന്നെ തടയുന്നേ? എല്ലാം എനിക്കുള്ളത് തന്നെയല്ലയോ? പറയുന്നതിനൊപ്പം അവളുടെ കൈ മാറ്റാതെ തന്നെ അവിടെ മാകാവന്റെ വിരലുകൾ പരതി നടന്നു. എന്തായാലും ഇന്നലെ രാത്രി വല്ലാത്തൊരു ചതിയായി പോയിട്ടോ എന്റെ കൊച്ചനോട് കാണിച്ചതേ. നമ്മുടെ ഫാസ്റ്റ് നൈറ്റ് മൊത്തം നീ ഉറങ്ങി തീർത്ത് കളഞ്ഞില്ലേ? ഇനി നീ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടുന്ന?
ഇന്ന് രാത്രി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ. കുറുമ്പോടെ പറയുന്നതിനൊപ്പം അവളുടെ കാതിന്റെ താഴെയായി അവൻ ചുണ്ടമർത്തിയതും പാറുവിന്റെ കൈ അവന്റെ തുടയിൽ അമർന്നിരുന്നു. എനിക്ക് എപ്പോഴും ഇതേപ്പറ്റി മറ്റുന്ന ജ്ഞാപകം. അത് ശരിയാ, എനിക്ക് ഇപ്പൊ മാത്രമല്ല, എപ്പോഴും ഇതേ പറ്റിയ ജ്ഞാപകമുള്ളൂ. എന്റെ പെണ്ണിനെ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതും എനിക്ക് വേലയും കൂലിയൊന്നും ഇല്ലാത്തോണ്ട് തോന്നുന്നതാ. അവന്റെ മുഖം കഴുത്തിൽ നിന്ന് തട്ടി മാറ്റാൻ നോക്കി അവൾ പറഞ്ഞതും. അത് വേണ്ട, നീ അതിനെ പറ്റിയൊന്നും സംസാരിക്കണ്ട കേട്ടോടി. അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ച് അവൻ കണ്ണു കുറിപ്പിച്ചു. പാറുവും കണ്ണുരുട്ടി അവനെ നോക്കി. എന്നാ ഭംഗിയാ കൊച്ചെ നിന്നെ കാണാൻ. ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചുവന്ന് തൊടുത്താലും അതെ. ഇന്നലെ ഒന്നും അറിയാതെ മയങ്ങിക്കിടുന്നില്ലേ? അപ്പോഴും അതെ. എന്നെ രസമാണെന്നറിയോ കാണാൻ. കടിച്ച് തിന്നാൻ തോന്നിപ്പോകുന്നില്ലേ? അത് മുഴുവനായി. പറയുന്നതിനൊപ്പം കവളിനെ പൊതിഞ്ഞിരിക്കുന്ന അവന്റെ വിരലുകൾ വിറക്കുന്ന അവളുടെ കീഴ്ചുണ്ടിനെ അമർത്തിയൊന്ന് തടവിയതും അവന്റെ പ്രവൃത്തിയിലും പറച്ചിലും പാറുവിന് തന്റെ ഹൃദയം ഇപ്പോൾ കുതിച്ച് ചാടി പുറത്തേക്ക് വരുമെന്ന് തോന്നിപ്പോയി. നെറ്റിയിലേക്ക് മറിഞ്ഞിടക്കുന്ന കുറുനിരകൾ ഒതുക്കി മാറ്റി എയ്തന്റെ അതരങ്ങൾ നെറ്റിയിൽ പതിഞ്ഞത് ഇട്ടിരിക്കുന്ന ടീഷർട്ടിനെ ചുളുക്കിക്കൊണ്ട് അവളുടെ വിരലുകൾ അവനിൽ ശക്തിയിൽ മുറുകി. ആദ്യമായിട്ടാണ് അവനിൽ നിന്ന് ഇങ്ങനെ ഒരു ചുംബനം. പാറുവിന്റെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. പൊക്കോ, ഇനിയിരുന്നാലേ ഇച്ചായന്റെ പിടിവിട്ടു. നമുക്കിനിയും സമയം കിടക്കുമല്ലേ? പറയിൽ അവളെ പിടിയാൻ വിട്ടതേ പാറു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അടുത്ത നിമിഷം അവനിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടിയതും ഒരു ചിരിയോടെ അവൻ സെറ്റിയിലേക്ക് ചാരി കിടന്നു. കുളം ரொம்ப പെരുസായിരിക്കില്ലേ ഭാഗ്യം? നിജമോ നമ്മുടെ കോവിൽക്കുളം മാതിരി തന്നെ ഇருக்கு. അത് ശരിയാ, നമ്മുടെ അമ്പലക്കുളത്തിന് അത്ര വലിപ്പം തന്നെ ഉണ്ട് ഇതിന്. അല്ലേ മിയ, നിങ്ങൾ ഈ ക്രിസ്ത്യൻസ് ഒക്കെ ഇങ്ങനെ കുളം കുത്തുവോ? ഒരു കല്ലെടുത്തെറിഞ്ഞ് ഭാഗ്യം മീയുടെ നേരെ തിരിഞ്ഞ് ചോദിച്ചേന്. അതെന്താ ഭാഗ്യം നിനക്ക്? ഞങ്ങൾ കണ്ടിട്ട് കുളിക്കാത്തവരാണെന്ന് തോന്നുന്നുണ്ടോ? കുറുമ്പോടെ മറുപടി പറഞ്ഞ ദീനുവായിരുന്നു. ദീനു ഇപ്പൊ വന്നു? ദേ ഇപ്പൊ. ആദ്യം ചേട്ടായി വന്നിട്ടുണ്ടോ? ഇല്ലടി, ഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇങ്ങനെ തിരിച്ചുപോയി. മിയ ചോദിച്ചതിന് അലസമായ ഉത്തരം പറഞ്ഞുകൊണ്ട് ദീനു പടിക്കെട്ടിലേക്ക് ഇരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചല്ല കേട്ടോ ദീനു. സാധാരണ ഈ തറവാടുകളൊക്കെ അല്ലേ കുളം, അതാ. ഭാഗ്യ അവൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു. ദീനു ചിരിച്ചു. അത് ഞാനൊരു തമാശ പറഞ്ഞ റെഡി പെണ്ണെ. നീ ഞങ്ങളുടെ വീട് മൊത്തം ശ്രദ്ധിച്ചില്ലേ? എല്ലാത്തിനും ഒരു ട്രഡീഷണൽ ചായ ഇല്ലേ? അങ്ങനെ തന്നെയാണ് ഈ കുളം പണിഞ്ഞത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സൂപ്പറായിരിക്ക്. പാറു ചിരിയോടെ പറഞ്ഞു. ഭാഗ്യവാദ സമ്മതിക്കുന്ന പോലെ തലയാട്ടി. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് വെയിലാറാൻ തുടങ്ങിയതേ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് മീയും കൂടി പറമ്പിലേക്കും മറ്റിറങ്ങിയതാണ് പാറുവും ഭാഗ്യവും. അലക്സും സാറേ ഇന്നുകൂടെ ലീവ് എടുത്തിട്ടുണ്ട്. രണ്ടുപേരും മുറിയിലാണ്. ഭാഗ്യത്തിന്റെ അച്ഛനും അമ്മയും അനിയനും ഇന്നലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചിരുന്നു. പാറു നിർബന്ധിച്ച് ഭാഗ്യത്തിന് 2 ദിവസം ഇവിടെ പിടിച്ചു നിർത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പാറുവിന്റെ പിന്നാലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവനെ ജേക്കബ് പിടിച്ചു പിടിയാലെ തോട്ടത്തിലേക്ക് വിട്ടിരുന്നു. ആകെപ്പാട് അവൻ ഇഷ്ടത്തോടെ നോക്കിയിടുന്ന പണി അവിടെയാണ്. അതുകൊണ്ട് പിറുവിറുത്തായാലും ചെക്കൻ ജേക്കബിന്റെ പുറകെ പോയിട്ട് ഉച്ചയായപ്പോഴാണ് തിരിച്ചു വന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ പോകുന്നു. ആ വന്നല്ലോ വനമാല, എന്തേ ഇത്ര വൈകിയേ? കുളപ്പടവിലെ വാതിലേക്ക് നോക്കി ദീനുവിന്റെ ചോദ്യം ഉയർന്നു. ബാക്കി 3 തിരിഞ്ഞു നോക്കും മുന്നേ പാറുവിന്റെ അടുത്ത് തന്നെ ഇതൻ സ്ഥാനം പിടിച്ചിരുന്നു. നിന്റെ അമ്മായിയപ്പം വിട്ടില്ല. എന്തേ, മോൾക്ക് സമാധാനമായോ? നിന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടല്ലേടി, വീണ്ടും വലിഞ്ഞേറി വന്നിരിക്കാം കുട്ടിത്തേവാങ്ക്. പറയലും ദീനുവിന്റെ പിന്നിൽ മെടഞ്ഞിട്ടിരിക്കുന്ന മുടിയിൽ പിടിച്ച് അവൻ നല്ലൊരു വലി വെച്ചു കൊടുത്തു. പട്ടി, കുറച്ച് നാളെ നീ എന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട് ഇന്ന് തരണം നിനക്ക്. പറയലും പടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വന്ന ദീനുവിന്റെ മേലാകെ പിച്ചാനും മാതാനും തുടങ്ങിയതും എയ്തൻ അവളുടെ കൈ 2 ലോക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവന്റെ നീക്കങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അതനുസരിച്ചാണ് പെണ്ണ് കയ്യും കാലൊക്കെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവളെ പിടിക്കാനും കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ? വലിയപ്പച്ചൻ അവൾക്ക് 2-3 അടവുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നുള്ളൊരു തള്ളിവിടുത്തായതുകൊണ്ട് ഭാഗ്യവും പാർവയും എന്താ ഇപ്പൊ നടക്കുന്നതെന്ന പോലെ അന്തിച്ച് നിൽക്കുകയാണെങ്കിൽ മിയക്ക് ഇതൊക്കെ കണ്ടും കൊണ്ടും നല്ല പരിചയമുള്ളതുകൊണ്ട് അവൾ അതിന് വലിയ മൈൻഡ് കൊടുത്തില്ല. അപ്പോഴേക്കും അവിടെ ദീനുവിന്റെ കൈ 2 ലോക്കിട്ട് പിടിച്ച് എഴുതാൻ അവൾ അടക്കി ഇരുത്തി കഴിഞ്ഞിരുന്നു. എന്റെ കൈ വിടറാ തെണ്ടി, എനിക്ക് നോവുന്നുണ്ട് കേട്ടോ. ദീനു അവന്റെ കയ്യിൽ കിടന്ന് കുതറിയതും. കുറച്ച് നോവട്ടെ, നീ എന്നെ മാന്തി പൊളിച്ചില്ലടി യക്ഷി, കുറച്ച് വേദന എടുക്കുന്ന നല്ലതാ. അവൻ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു. മര്യാദക്ക് വിട്ടു നീ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. വിട്ടില്ലെങ്കിൽ നീ എന്നാ ചെയ്യൂടി? നിന്റെ കെട്ടിനോട് പോയി പറയോ? എന്നാ പോയി പറയണി, അവൻ ചോദിക്കാൻ വരട്ടെ, അവനുള്ളത് ഞാനും കൊടുത്തോളാം. ദീനുവിനെ ഒന്നുകൂടെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ പറഞ്ഞിരുത്തിയെങ്കിലും എന്തോ അത് കേട്ടപ്പോൾ ഞൊടിയിലായിരുന്നു ദീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്ന്. ഇത്ര നേരം ഉള്ളിൽ അടക്കി നിർത്തിയിരുന്ന സങ്കടങ്ങൾ തികട്ടി വന്ന പോലെ അവളൊന്ന് വിതുമ്പിപ്പോയി. ഒരു നിമിഷം അവിടെ കണ്ണു നിറഞ്ഞു കണ്ട് എല്ലാവരും ഞെട്ടി.
എഴുതൻ്റെ കൈ പെട്ടെന്ന് അവളിൽ നിന്ന് അയഞ്ഞു. എന്നതാടി, എന്നതിന് നീ കരയുന്നേ? അയ്യോ ദീനുച്ചി, എന്നാ പറ്റി? എന്നാ ദീനു, എന്നാച്ച്? കൈ ரொம்ப വലിക്കതാ? കൈ ചോന്നിട്ടുണ്ടല്ലോ, നല്ല വേദനയുണ്ടോ ദീനു? മീയും ഭാഗ്യവും പാറും പെട്ടെന്ന് തന്നെ ദീനുവിന് ചുറ്റും വന്ന് നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.